ഹലോ മക്കളെ, നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നമ്മളോട് ഓൾറെഡി പ്രധാനപ്പെട്ട ദിനങ്ങളും തീമുകളും എടുത്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിനും ഇത്തരത്തിൽ ഡേയും തീമുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡേകളും തീമുകളും ഒക്കെ ഒന്ന് പഠിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PSC ചോദിക്കുന്ന ഡേകളും തീമുകളും മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് 2024 പഠിക്കണം, 2025 പഠിക്കണം അല്ലേ. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ 2024 തീമും തരും, 2025 തീമും തരും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് എന്താണെന്നൊന്നും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് കൺഫ്യൂസിങ് ആവും. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ടത് നമുക്ക് PSC ചോദിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് വലിച്ചു വാരിയൊന്നും എടുത്തിട്ടില്ല. അത് ഈ ക്ലാസ് കഴിയുന്നതോടൊപ്പം തന്നെ പഠിച്ചു പോകാം കറക്റ്റായിട്ട്. പിന്നെ നാളെ ഒന്നും കൂടി റിവിഷൻ ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് നാളെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി പറയാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മ വരുമല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ജനുവരി മാസത്താണ്. ജനുവരിയിൽ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ ആണ്. ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ത്യൻ ആർമിയുടെ മികവൊക്കെ നമ്മൾ തെളിയിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചോദിച്ചൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ തീം എന്ന് പറയുന്നത് ജൂൺ 15 ഇന്ത്യൻ ആർമി ഡേ 2025 തീം സമർത്ഥ് ഭാരത് സാക്ഷം സേന ഓപ്പറേഷൻ സിന്ദൂർ. എസ് വെച്ചിട്ടല്ലേ. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ആ ആർമി ഡേ എന്ന് പറയുമ്പോൾ തന്നെ എസ് ഓർമ്മ വരണം. സമർത്ഥ് ഭാരത് അല്ലെ, സമർത്ഥമായിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ഇന്ത്യ. സമർത്ഥ് ഭാരത് സാക്ഷം സേന. സാക്ഷം സേന എന്ന് വെച്ചാൽ എംപവേർഡ് ആർമി എന്നർത്ഥം. എംപവേർഡ് ആർമി, സാക്ഷം സേന. അപ്പം മൊത്തം എസ് ആണ്. സമർത്ഥ് ഭാരത് സാക്ഷം സേന, സമർത്ഥ് ഭാരത് സാക്ഷം സേന. അപ്പം ജനുവരി 15 ആർമി ഡേ ആണ്. ജനുവരി 15 ആർമി ഡേ ആണ്. അപ്പം നമ്മളെ ആർമിയാണ്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തി നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അപ്പം എസ് വെച്ചിട്ട് തന്നെ സമർത്ഥ് ഭാരത്, സമർത്ഥമായിട്ടുള്ള ഭാരത് അല്ലെ, കേപ്പബിൾ ആയിട്ടുള്ള ഇന്ത്യ. സമർത്ഥ് ഭാരത് സാക്ഷം സേന. സാക്ഷം സേന എംപവേർഡ് ആർമി എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ജനുവരി 25 ജനുവരി 25 എന്താണ് പ്രത്യേകത? നമ്മളുടെ ഇതിലെ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ട ഡേറ്റ് ആണ് ജനുവരി 25. നമ്മളത് എന്തായിട്ട് ആചരിച്ചു പോരുന്നു? നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട്, സമ്മതിദായക ദിനമായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നു. അപ്പോൾ 1950 ജനുവരി 25 തൊട്ടിട്ടല്ലേ, 25-നാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ ആനിവേഴ്സറി എന്ന് പറയുന്നത് എന്നായിരിക്കും? 1951 ഒന്നാമത്തെ ആനിവേഴ്സറി. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് നമ്മളുടെ 2025 ജനുവരി 25 കഴിഞ്ഞത് 75-ാമത്തെ ആനിവേഴ്സറിയാണ്. 75-ാമത്തെ ആനിവേഴ്സറിയാണ് 2025 ജനുവരി 25 കഴിഞ്ഞത്. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. 75-ാമത്തെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ്. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, അതായത് വോട്ടിങ്ങിനേക്കാൾ മികച്ചതായിട്ട് ഒന്നുമില്ല. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. അപ്പം ഞാൻ എന്തായാലും വോട്ട് ചെയ്യും, അങ്ങനെ ഓർത്തിരിക്കാം. വോട്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും വോട്ട് ചെയ്യുമെന്ന് ഓർത്തിരുന്നാൽ മതി. ഐ വോട്ട് ഫോർ ഷുവർ. അല്ലാതെ കറക്റ്റ് കീവേഡ് മാത്രം 2-3 ഓപ്ഷനിലൊന്നും ഉണ്ടാവില്ല. ഐ വോട്ട് ഫോർ ഷുവർ, ഞാൻ എന്തായാലും വോട്ട് ചെയ്യുന്നു ഓർത്തിരിക്കുക. അപ്പം ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. 2025 തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ്. 2 ദിവസവും പഠിച്ചോ? ആദ്യം ജനുവരി 15 ആർമി ഡേ പറഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഓർക്കാൻ പറഞ്ഞു അല്ലെ. സമർത്ഥ് ഭാരത് സാക്ഷം സേന. അതിനുശേഷം നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. നമ്മളുടെ ഈ ഡേ ആചരിക്കാൻ തുടങ്ങിയിട്ട് എത്രയാണ്? 75-ാമത്തെ വാർഷികമാണ്, 75-ാമത്തെ ആനിവേഴ്സറിയാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ്. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, വോട്ടിങ്ങിനേക്കാൾ മികച്ചതൊന്നുമില്ല. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ, ഞാൻ എന്തായാലും വോട്ട് ചെയ്യും. ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് 2025 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ തൊട്ടടുത്ത ദിവസം ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ. റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേക്ക് ഒരു തീം ഉണ്ട്. എന്തായിരുന്നു അറിയോ? സ്വർണിം ഭാരത്, സുവർണ ഇന്ത്യ എന്നുള്ളത്. സ്വർണിം ഭാരത് എന്ന് പറഞ്ഞാൽ സുവർണ ഇന്ത്യ. വിരാസത്ത് ഓർ വികാസ്, വിരാസത്ത് ഓർ വികാസ് എന്നുള്ളതാണ്. അതായത് സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും. സുവർണ ഇന്ത്യ
പൈതൃകവും വികസനവും. നമ്മൾ ഇതിന്റെ കറണ്ട് അഫെയറിന്റെ ക്ലാസ് ചർച്ച ചെയ്ത സമയത്ത് ഇതൊരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തീം അല്ലെ. അതായത് സുവർണ ഇന്ത്യ, ഇന്ത്യയുടെ പിന്നെ പൈതൃകവും അതുപോലെ വികസനവും. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്, സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നുള്ളതാണ് 2025 റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇനി റിപ്പബ്ലിക് ഡേ എത്രാമത്തെ ആയിരുന്നു? 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. കാരണം ഇത് നമ്മൾ ആനിവേഴ്സറി അല്ലല്ലോ പറയുന്നത്, ഡേ അല്ലേ. അപ്പൊ 1950 ജനുവരി 26 നമ്മൾ 1ാമത്തെ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ 2025 ജനുവരി 26 നമ്മൾ ആഘോഷിച്ചത് 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. ആനിവേഴ്സറി പറയുമ്പോൾ ഒരു വർഷം കുറവായിരിക്കും, കാരണം ഒരു വർഷം തികയുമ്പോഴേ നമ്മൾ 1ാമത്തെ ആനിവേഴ്സറി എന്ന് പറയുള്ളൂ അല്ലേ. പക്ഷെ ഇതെന്ന് പറയുന്നത് ആ ദിവസം തന്നെ 1950 ജനുവരി 26 നമ്മൾ 1ാമത്തെ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു അല്ലെ. അപ്പൊ 2025 ജനുവരി 26 നമ്മൾ 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ആഘോഷിച്ചത്. അതിന്റെ തീം എന്തായിരുന്നു? സ്വർണിം ഭാരത്, സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്. വിരാസത്ത്, വിരാസത്ത് എന്ന് വെച്ചാൽ പൈതൃകം എന്നാണ് അർത്ഥം. വിരാസത് ഓർ വികാസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 എന്താണ്? വെറ്റ്ലാൻഡ് ഡേ ആണ് അല്ലെ. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ, ലോക തണ്ണീർത്തട ദിനം. അപ്പൊ നമുക്ക് തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ പഠിക്കാനുണ്ട്, തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് 2025 2024 നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അപ്പൊ 2025 എന്ന് പറയുമ്പോൾ 5 അല്ലേ, 2025. അപ്പൊ 5 വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ 5 വെച്ചിട്ട് ഫ്യൂച്ചർ എന്ന് ഓർത്തിരിക്കാം, കോമൺ ഫ്യൂച്ചർ, ഫ്യൂച്ചർ എന്ന് ഓർത്തിരിക്കാം. അതായത് 2025 തീം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മളുടെ പൊതുവായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അപ്പൊ 2025 5 ആണ് അല്ലെ, 2025 5ലെ തീം ഫ്യൂച്ചർ, 5ലെ തീം ഫ്യൂച്ചർ. നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ വെറ്റ്ലാൻഡ് സംരക്ഷിക്കുക, നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ വെറ്റ്ലാൻഡ് സംരക്ഷിക്കുക, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2025 തീം. ഇനി 2024 തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്. അങ്ങനെ നല്ല പ്രാസല്ലേ, വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്, വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്. ശരിക്കും പറഞ്ഞാൽ ഫുൾ എന്താണ്? വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്, വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്. നമ്മളിത് നമുക്ക് കിട്ടുന്ന പോലെ പഠിക്കാം, അല്ലാതെ എല്ലാ കറക്റ്റ് ഫുള്ള് സെന്റൻസ് കറക്റ്റായിട്ട് പഠിക്കണമെന്നില്ല. നമുക്ക് ഓർമ്മ നിൽക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്, വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്, വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. അപ്പൊ ഫെബ്രുവരി 2 നമ്മൾ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു പോരുന്നു. അതിൽ 2025 പ്രമേയം എന്ന് പറയുമ്പോൾ 25 5 ആണ്. അപ്പൊ ഫ്യൂച്ചർ നോക്കുക, നമ്മൾ നമ്മുടെ വെറ്റ്ലാൻഡുകൾ സംരക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. 2024 തീമാണ് വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്, വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളത്. അപ്പൊ തണ്ണീർത്തട ദിനത്തിന്റെയും പ്രമേയം പഠിച്ചോ? അടുത്തത് ക്യാൻസർ ഡേ ആണ്. ഫെബ്രുവരി 4 നമ്മൾ ക്യാൻസർ ഡേ ആയിട്ട് അല്ലെ, ലോക ക്യാൻസർ ഡേ ആയിട്ട്, വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നു. ഈ 2025 തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക്, 2025 തീം യുണൈറ്റഡ് ബൈ യുണീക്ക്. അത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ഇപ്പൊ ചെറുതല്ലേ, വളരെ കുഞ്ഞല്ലേ, നമുക്ക് പഠിക്കാൻ സുഖമല്ലേ. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് 2025 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇനി 2024 ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളത്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. 2025 തീം എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്ക്, യുണൈറ്റഡ്. ഈ ക്യാൻസർ ഡേ എപ്പോഴും നല്ല പ്രാസത്തിലാണ് വരാറ്. യുണൈറ്റഡ് ബൈ യുണീക്ക്, എല്ലാം യുണൈറ്റഡ് ബൈ യുണീക്ക്. 2024 ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളത്. അപ്പൊ അതും പഠിക്കാം. അടുത്തത് നമുക്ക് ഫെബ്രുവരി 28 ഫെബ്രുവരി 28 പ്രധാന ഒരു എന്താണെന്നറിയാലോ അതിന്റെ പ്രത്യേകത? നമ്മളുടെ നാഷണൽ സയൻസ് ഡേ ആണ് അല്ലെ, നാഷണൽ സയൻസ് ഡേ ആണ്, നാഷണൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മളുടെ യൂത്തിനെ നമ്മളുടെ സയൻസിനും ഇന്നോവേഷൻസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. ഞാനിത് സിമ്പിളായി പറഞ്ഞാണ്. നമ്മളുടെ യൂത്തിനെ, ഇന്ത്യൻ യൂത്തിനെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം?
സയൻസ് ആൻഡ് ഇന്നോവേഷൻസ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ വികസിത ഭാരതത്തിന് വേണ്ടി നമ്മളുടെ യൂത്തിനെ നമ്മൾ എംപവർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? സയൻസും ഇന്നോവേഷൻസിലെല്ലാം. അത്ര ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ തീം എന്ന് പറയുന്നത് എംപവറിങ് ഇന്ത്യൻ യൂത്ത്. നമ്മുടെ യൂത്തിനല്ലേ? എംപവറിങ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. കുറച്ച് ലെങ്തി ആണ് അല്ലേ? അപ്പൊ മലയാളത്തിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതായത് വികസിത ഭാരതത്തിന് വേണ്ടി നമ്മളുടെ ഇപ്പോൾ ഓഗസ്റ്റ് 15 അതിൻ്റെയൊക്കെ തീം, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ൻ്റെയൊക്കെ തീം എന്ന് പറയുന്നത് വികസിത ഭാരത് എന്നുള്ളതായിരുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ വികസിത ഭാരതത്തിന് വേണ്ടി നമ്മുടെ ശാസ്ത്രത്തിലും നവീകരണത്തിലുമെല്ലാം ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. ശാസ്ത്രത്തിലും നവീകരണത്തിലും ഇന്നോവേഷൻസിലും നമ്മളുടെ ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് 2025 നാഷണൽ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴാണ് എംപവറിങ് ഇന്ത്യൻ യൂത്ത്. അവിടെ ഇന്ത്യൻ യൂത്തിനാണ് ഇമ്പോർട്ടൻസ്. എംപവറിങ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. വികസിത ഭാരതത്തിന് വേണ്ടി ശാസ്ത്രത്തിലും നവീകരണത്തിലും ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. അത്രയാണ് അതിന്റെ തീം. അതേപോലെ തന്നെ ഫെബ്രുവരി 28 നമ്മൾ റയർ ഡിസീസ് ഡേ ആയിട്ടും കൂടി ആചരിക്കുന്നുണ്ട്. റയർ ഡിസീസുകൾ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് റയർ ഡിസീസുകൾ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരുപാട് ഡിസീസസിന്റെ പേരാണ് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതും കൂടി വെറുതെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ റയർ ഡിസീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമാജിനേഷനെക്കാളും ഭയങ്കര വലുതാണ് അല്ലേ? അപ്പൊ മോർ ദാൻ യു ക്യാൻ ഇമാജിൻ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമാണ് ഈ റയർ ഡിസീസ് എന്ന് പറയുന്നത്. മോർ ദാൻ യു ക്യാൻ ഇമാജിൻ എന്നുള്ളതാണ് 2025 റയർ ഡിസീസ് ഡേയുടെ തീം. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ചോദിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ എന്നാലും ഇപ്പൊ അടുത്തടുത്ത് കുറെ റയർ ഡിസീസസ് ഒക്കെ വരുന്നത് കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഫെബ്രുവരി 28 നമ്മൾ റയർ ഡിസീസ് ഡേ ആയിട്ടും കൂടി ആചരിക്കുന്നുണ്ട്. 2025 തീം എന്ന് പറയുന്നത് മോർ ദാൻ യു ക്യാൻ ഇമാജിൻ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ്. മോർ ദാൻ യു ക്യാൻ ഇമാജിൻ എന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് ഓടിച്ച് ജനുവരിത്തെയും ഫെബ്രുവരിത്തെയും ഈ തീമുകളൊന്ന് നോക്കിയിട്ട് വന്നാലോ, ഒന്ന് ഓർത്തെടുത്തിട്ട് വന്നാലോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ജനുവരി 15 എന്താണ് പറഞ്ഞത്? ആർമി ഡേ അല്ലേ? അപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്? സമർത്ഥ് ഭാരത് അല്ലേ? സമർത്ഥ് ഭാരത് സാക്ഷം സേന. അതിനുശേഷം നമ്മൾ വോട്ടേഴ്സ് ഡേ പറഞ്ഞു. ജനുവരി 25 വോട്ടേഴ്സ് ഡേ. അപ്പോൾ വോട്ടേഴ്സ് ഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്തായാലും വോട്ട് ചെയ്യുന്ന ഓർക്കാൻ പറഞ്ഞു അല്ലേ? ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ്. അത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് 2025 തീം. പിന്നെ നമ്മൾ പറഞ്ഞത് റിപ്പബ്ലിക് ഡേ. ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും. സുവർണ ഇന്ത്യ എന്നുള്ളത് സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജനുവരി കഴിഞ്ഞു. ജനുവരിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീർന്നു. പിന്നെ അതിനിടയിൽ ജൂൺ 12 നമ്മളുടെ ഇത് വരുന്നുണ്ട്, യൂത്ത് ഡേ വരുന്നുണ്ട്. നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ 12 യൂത്ത് ഡേ ആയിട്ട് വരുന്നുണ്ട്. അതങ്ങനെ ചോദിക്കാറില്ല PSC. ഇനിയിപ്പോൾ ചോദിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കുക. അത് യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നമ്മളുടെ യൂത്തിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഉപയോഗിക്കുക അല്ലെ? യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് 2025 തീം. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ യൂത്തിനെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുക. യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജനുവരി കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഫെബ്രുവരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഉണ്ട് അല്ലേ? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ്. അതിന് 2 വർഷത്തെയും തീം പഠിക്കണം. 2025 എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലേ? 2025. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ എന്ന് ഓർക്കാൻ പറഞ്ഞു അല്ലെ? ഫ്യൂച്ചർ എന്താണ്? നമ്മളുടെ ഭാവിക്ക് വേണ്ടി. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഭാവിയാണല്ലോ. നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വെറ്റ്ലാൻഡുകളെ പ്രൊട്ടക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇനി 2023 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാസം വെച്ച് പറഞ്ഞത് വെറ്റ്ലാൻഡ് വെൽബീയിങ് അല്ലെ? വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ് 2024 തീമായിട്ട് പറഞ്ഞത്. പിന്നെ ഫെബ്രുവരി 4 നമ്മൾ ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഇത് എപ്പോഴും ഒരു പ്രാസത്തിലാണ് ക്യാൻസർ ഡേ വരുന്നത് ഓർത്തിരിക്കുക. അപ്പം 2025 തീം യുണൈറ്റഡ് ബൈ യുണീക്ക്, രണ്ടും യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതും 2024 തീം എന്ന് പറയുന്നത് ക്ലോസിംഗ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ്. കുറച്ച് തവണ വായിച്ചിരുന്നാൽ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ പിന്നെ മറന്നുപോകും. പിന്നെ നമ്മൾ പറഞ്ഞത് ഫെബ്രുവരി 28 നമ്മൾ
നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു അല്ലേ. അപ്പൊ സയൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളുടെ വികസിത ഭാരതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കളെ ശാക്തീകരിക്കുക. എന്തിലൊക്കെ? ഈ സയൻസിലും അതുപോലെ ഇന്നോവേഷൻസിലും നമ്മളുടെ യുവാക്കളെ ശാക്തീകരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? വികസിത ഭാരതത്തിന് വേണ്ടിയിട്ട്. അപ്പം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ് 2028 നാഷണൽ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡേ കൂടി പറഞ്ഞു, ഫെബ്രുവരി 28 നമ്മൾ റയർ ഡിസീസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ തീം മോർ ദാൻ യു ക്യാൻ ഇമാജിൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് മോർ ദാൻ യു ക്യാൻ ഇമാജിൻ. ഇനി അടുത്ത് നമ്മൾ മാർച്ചിലേക്ക് വരാണ്. മാർച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് മാർച്ച് 3 പറയണത് ലോക വന്യജീവി ദിനമാണ്. ലോക വന്യജീവി ദിനമാണ് മാർച്ച് 3 പറയുന്നത്. അപ്പൊ 2025-ലും 2024-ലും തീം പറയുന്നുണ്ട്. കാരണം നമുക്ക് പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ഇല്ലേ, നമുക്ക് നമ്മുടെ സിലബസിൽ പരിസ്ഥിതി എന്ന് തന്നെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വന്യജീവി ദിനം, അതുപോലെ നമ്മുടെ എൻവിറോൺമെന്റ് ഡേ, പിന്നെ നാച്ചുറൽ കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം, നാച്ചുറൽ കൺസർവേഷൻ ഡേ, പിന്നെ ഇത് വനദിനം, ജലദിനം, കാലാവസ്ഥ ദിനം, ഇങ്ങനത്തെ എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. കാരണം പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ടോപ്പിക് തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഒരു സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത്തരം ഡേകൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വന്യജീവി ദിനം, വനദിനം, ജലദിനം, ഭൗമദിനം, ഓസോൺ ഡേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രകൃതി സംരക്ഷണ ദിനം, ഇതിൻ്റെയൊക്കെ നമ്മൾ 2 വർഷത്തെയും 2025-ഉം 2024 നോക്കി പോകുന്നുണ്ട്. അപ്പൊ ഫെബ്രുവരി 3 ലോക വന്യജീവി ദിനമാണ്. അതിന് 2025-ലെ തീം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 25 എന്ന് പറയുമ്പോൾ 5 ആണല്ലേ. 5 എന്ന് പറയുമ്പോൾ നമ്മൾ F എപ്പോഴും ഓർക്കാം, 5F ഓർക്കാം എപ്പോഴും. അപ്പൊ 2025 5, 25-ലെ തീം എന്ന് പറയുന്നത് ഫിനാൻസ് എന്ന് ഓർക്കുക. അതായത് നമ്മളുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അവിടെ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴും ഈ F കഴിഞ്ഞിട്ടുള്ള IVE ഒക്കെ എന്തിൽ വരുന്നുണ്ട്? ഇൻവെസ്റ്റിംഗിൽ വരുന്നുണ്ട് അല്ലെ. ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, നമ്മുടെ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ധനസഹായം, അതെന്തിലൊക്കെ? ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ ഫിനാൻസ് എന്ന് ഓർത്തിരിക്കുക. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് അങ്ങനെയാണ് ആരംഭിക്കുന്നത്. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ധനസഹായം ഉപയോഗിക്കേണ്ടത്? ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് 2025-ലെ പ്രമേയം. ഇനി 2024-ലെ പ്രമേയമാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല വേണ്ടത്, കണക്ട് ചെയ്യണം. ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. നമ്മ ഫിനാൻസ് ഒക്കെ വരുന്നത് 2025-ആണ്. ഇത് എന്ത് ചെയ്താൽ മതി? പീപ്പിളിനെയും പ്ലാനറ്റിനെയും ഒന്ന് കണക്ട് ചെയ്താൽ മതി. കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. പിന്നെ ഉണ്ട് കുറച്ചും കൂടി നീട്ടി വലിച്ചുണ്ട് സാധനം. പക്ഷെ നിങ്ങൾക്കത് തീം കാണുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇത്ര പഠിച്ചു വയ്ക്കാം. ആദ്യത്തേൽ 5 ആയതുകൊണ്ട് ഫിനാൻസ് വരുന്നുണ്ട്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്. ഇനി ആ ഫിനാൻസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. പക്ഷെ 2024-ലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ധനമൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, അങ്ങനെ ഓർത്തിരുന്നൂടെ. അപ്പൊ മാർച്ച് 3 എന്ന് പറയുന്നത് നമ്മുടെ ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3 എന്ന് പറയുന്നത് ലോക വന്യജീവി ദിനമാണ്. അതിന്റെ 2025-ലെ തീം, 2025 എന്ന് പറയുമ്പോൾ 5 എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ലോക തണ്ണീർത്തട ദിനത്തിനും അങ്ങനെയാണ് പറഞ്ഞത്. 5 എന്ന് പറയുമ്പോൾ അല്ലെ F വരും, അപ്പൊ ഫ്യൂച്ചർ എന്ന് ഓർക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ 5 എന്ന് പറയുമ്പോൾ F വരും, അപ്പൊ ഫിനാൻസ് എന്ന് ഓർക്കാനാണ് പറഞ്ഞത്. ഫിനാൻസ്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. 2024-ലെ തീമാണെങ്കിൽ നമുക്ക് ധനമൊന്നുമില്ല, ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി, ഇൻവെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന് ഓർത്തിരിക്കുക. കിട്ടിയോ അത്? ഇനി അടുത്തത് നമുക്ക് മാർച്ച് 8 നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ല, അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇന്റർനാഷണൽ വുമൺസ് ഡേ ആണ്. അപ്പൊ മാർച്ച് 8 ഇന്റർനാഷണൽ വുമൺസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക. അതായത് മുമ്പ് ഇത് വുമൺസ് ഡേ അല്ലേ, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വുമൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ 2024 വരെ വുമൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ പരിധിയിൽ. 2025 ആയപ്പോൾ നമ്മൾ ഗേൾസിനെയും കൂടി എടുത്തു എന്ന് ഇങ്ങോട്ട് ഓർത്തു വെക്കാം. അപ്പൊ 2025-ലെ തീം എന്ന് പറയുന്നത് വുമൻസിന് മാത്രമല്ല, ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസും കൂടി വരുന്നുണ്ട്. അതിന് മുമ്പൊന്നും അങ്ങനെ ഗേൾസ് വരുന്നില്ല. എന്താണ്? ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്, എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട്. എന്ത്? റൈറ്റ്, ഇക്വാലിറ്റി, എംപവർമെന്റ്. ഇതാണ് 2025-ലെ തീം എന്ന് പറയുന്നത്. ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്,
റൈറ്റ്, ഇക്വാലിറ്റി, എംപവർമെന്റ്. കിട്ടിയോ? അപ്പൊ ജസ്റ്റ് നമ്മൾ വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, വുമൻസ് ഡേ അല്ലേ, ഗേൾസിന് വേണ്ടിയിട്ടല്ല, വനിതകൾക്ക് മാത്രമാണ്, ഗേൾസിന് ഉണ്ടായിരുന്നില്ല. 2025 എടുത്തപ്പോൾ ആയപ്പോൾ നമ്മൾ ഗേൾസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെറുതെ ഓർത്ത് വെക്കുക. അപ്പൊ ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്, റൈറ്റ്, ഇക്വാലിറ്റി, എംപവർമെന്റ്, അങ്ങനെ ഓർത്തിരിക്കാം. ഇനി 2024 തീമാണെങ്കിൽ വുമൻസ് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ് ഇൻ വുമൻസ്, ആക്സലറേറ്റ് പ്രോഗ്രസ്, സ്ത്രീകളിൽ നിക്ഷേപിക്കാൻ. ഇൻവെസ്റ്റ് ഇൻ വുമൻസ്, ആക്സലറേറ്റ് പ്രോഗ്രസ്. കിട്ടിയോ? അപ്പൊ March 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അതിൽ 2025 തീം എന്ന് പറയുമ്പോൾ നമ്മൾ 2025 തൊട്ടിട്ട് വനിതകളെ മാത്രമല്ല ഗേൾസിനെയും കൂടി പരിഗണിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്, റൈറ്റ്, ഈക്വാലിറ്റി, എംപവർമെന്റ്. റൈറ്റ്സ്, ഈക്വാലിറ്റി, എംപവർമെന്റ്. 2024 വുമൻസിൽ മാത്രമാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൻസ്, ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. ഇനി നമ്മൾ March 15 വരുമ്പോൾ വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ ആണ്. ഉപഭോക്തൃ സംരക്ഷണ ദിനം അല്ലെ, വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ ആണ്. അപ്പൊ നമുക്ക് വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഈ കൺസ്യൂമേഴ്സ് അല്ലെ, കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ് അല്ലെ. ചിലവർ നമ്മളിപ്പോൾ ഒരു മാളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമില്ലെങ്കിൽ വാങ്ങിക്കും. അതേപോലെ തന്നെ ചിലരുണ്ട് വെറുതെ ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇപ്പം നമുക്ക് എത്രത്തോളം ഡ്രസ്സ് ഉണ്ടെങ്കിലും എല്ലാ മാസവും ഡ്രസ്സ് എടുക്കണം, അങ്ങനത്തെ ശീലം ഉള്ള ആളുകളുണ്ട് അല്ലേ, ഈ പർച്ചേസിങ് ഭയങ്കര ഹരമായിട്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ ചിലർ വളരെ മിതമായിട്ട് കറക്റ്റ് നോക്കി നമ്മളുടെ ബഡ്ജറ്റൊക്കെ നോക്കി കറക്റ്റായിട്ട് മാത്രം ചെലവ് ചെയ്ത് ബാക്കി നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലേ, ശരിയല്ലേ? അപ്പം നമ്മളുടെ അങ്ങനെ ഓർത്തിരിക്കുക, കൺസ്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈല്, ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കാം. സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മുടെ 2025 March 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു എ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് March 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേയുടെ തീം. കിട്ടിയോ? March 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേയുടെ തീം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. അപ്പൊ March 15 എത്തിയില്ല, നമുക്ക് March 1 കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വരാം. March 3 നമ്മൾ ലോക വന്യജീവി ദിനം പറഞ്ഞു. ലോക വന്യജീവി ദിനം അതിൽ 2025 തീം. അപ്പൊ 2025 എന്ന് പറയുമ്പോൾ തന്നെ 5 അല്ലെ, 5 വെച്ചിട്ട് 5 F ഉണ്ട്. ഫിനാൻസ് എടുക്കുക. അപ്പൊ എന്താണ് ഫിനാൻസ്? ധനം. എവിടെയാണ് ധനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? പീപ്പിളിലും പ്ലാനറ്റിലും. അപ്പൊ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇനി 2024 തീമാണെങ്കിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. March 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പൊ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാൻ പറഞ്ഞു, നമ്മൾ ആദ്യം വുമൻസിനെ മാത്രമാണ് എടുത്തിരുന്നത്. 2025 തൊട്ടിട്ട് നമ്മൾ ഗേൾസിനെയും കൂടിയും പരിഗണിക്കാൻ തുടങ്ങി. ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്, റൈറ്റ്, ഈക്വാലിറ്റി, എംപവർമെന്റ്. 2024 തീം എന്ന് വെച്ചാൽ ഗേൾസ് ഇല്ലായിരുന്നു, വുമൻസ് മാത്രമായിരുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റ് ഇൻ വുമൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇൻ വുമൻസ്, ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. ഇനി March 15 വരുമ്പോൾ വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ ആണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫ് സ്റ്റൈലാണ് അല്ലെ, കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലിലേക്ക് മാറാം എന്നുള്ളതാണ്. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് March 15 കൺസ്യൂമേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തേക്ക് പോകാം. അടുത്തത് March 21 വനദിനമാണ്. നമ്മൾ March 21, 22, 23, 24 നമ്മൾ കോഡ് വെച്ച് പഠിക്കാറുണ്ട് അല്ലെ. വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞുകൊണ്ട് വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ ദിനം അല്ലെ. March 21 വനദിനം, March 22 ജലദിനം, March 23 കാലാവസ്ഥാ ദിനം, March 24 ക്ഷയരോഗ ദിനം അല്ലെ. അപ്പൊ March 21 വനദിനം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടും പഠിക്കണം. 2025 പഠിക്കണം, 2024 പഠിക്കണം. കാരണം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ നമ്മൾ 2025 എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലെ. 5 എന്ന് പറയുമ്പോൾ നമ്മൾ F വെച്ചിട്ടാണല്ലോ എടുക്കാറ്. ഇവിടെ അതെ 5 F വെച്ചിട്ട് തന്നെയാണ്. ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ആണ്. നമുക്കിപ്പോൾ അറിയാം അല്ലെ. അതായത് ഇപ്പം വന്യമൃഗങ്ങളൊക്കെ കൂടുതലും കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്താണ്? അവർക്ക് അവിടെ ഫുഡ് കിട്ടാത്തതാണ്.
അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ജീവികൾക്കെല്ലാം അവിടെ തന്നെ കാട്ടിൽ തന്നെ ഫുഡ് എത്തിച്ചു കൊടുക്കാനുള്ള ഫുഡ് ഇത് ലഭിക്കാനുള്ള ഓരോ ഇതുകളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെ, പദ്ധതികളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ 2025 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 അല്ലെ, 2025. അപ്പൊ രണ്ടും എഫ് ആണ്, ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 തീം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ആയിരുന്നെങ്കിൽ 2024 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻസ് ആയിരുന്നു. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ. 2024 നമ്മൾ ഇന്നോവേഷൻസിനൊക്കെ ഇന്ന് പ്രാധാന്യം നൽകിയത്. പിന്നെ നമുക്ക് മനസ്സിലായി ഇന്നോവേഷൻസ് അല്ല, അവിടെ ഫുഡാണ് ആവശ്യം. അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക, അങ്ങനെ നല്ലെങ്കിലും. അപ്പൊ 2024 ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ആയിരുന്നു, 2025 ഫോറസ്റ്റ് ആൻഡ് ഫുഡാണ്. 2025 തീം ഫോറസ്റ്റ് ആൻഡ് ഫുഡാണ്, 2024 ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻസ് ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. ഞാൻ പറഞ്ഞില്ലേ, കുറെ ലെങ്തി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ എന്തെങ്കിലുമൊക്കെ കീവേഡുകളൊക്കെ പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ ഫുള്ളും വാരി വലിച്ച് പഠിക്കണം എന്നില്ല. 2024 തീം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻസ് ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നായിരുന്നു. 2025 വന്നപ്പോൾ ഇന്നോവേഷനൊക്കെ എടുത്തു കളഞ്ഞ് ഫോറസ്റ്റ് ആൻഡ് ഫുഡായി. അടുത്തത് മാർച്ച് 22 ജലദിനം. മാർച്ച് 22 ജലദിനം. അപ്പൊ ജലം എന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ജലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യേഴ്സ് അല്ലെ, ഹിമാനികൾ, നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് അത് ഉരുകിയിട്ട് നമ്മുടെ സമുദ്രനിരപ്പ് ഉയരുന്നതും അത് ദ്വീപരാഷ്ട്രങ്ങളുടെ എല്ലാത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇപ്പൊ സ്ഥിരം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ മിക്ക എല്ലാ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെ. കാരണം ഒരു രാഷ്ട്രത്തിനെയല്ല, ഇത് ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സമുദ്രനിരപ്പ് ഉയരുന്നു എന്നുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ 2024 വാട്ടർ ഡേയുടെ 2025 വാട്ടർ ഡേയുടെ തീമായിട്ട് എടുത്തിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ് നമ്മൾ 2025 ജലദിനത്തിന്റെ തീമായിട്ട് അല്ലെങ്കിൽ പ്രമേയമായിട്ട് എടുത്തിട്ടുള്ളത്. ഹിമാനികളുടെ സംരക്ഷണം. അപ്പൊ ജലദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ജലവുമായി ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഹിമാനികളിലെ. ഹിമാനികൾ ഉരുകിയിട്ട് നമ്മൾ സമുദ്രനിരപ്പ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാനികളുടെ സംരക്ഷണം അഥവാ ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ് നമ്മളുടെ 2025 ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി 2024 ജലദിനത്തിന്റെ പ്രമേയം വളരെ സിമ്പിൾ ആണ്. വാട്ടർ ഫോർ പീസ്. വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ്. 2024 ജലദിനത്തിന്റെ പ്രമേയം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. സാധാരണ ഈ സമരക്കാരൊക്കെ നമ്മൾ പിരിച്ചുവിടാനും സമാധാനം പുനഃസ്ഥാപിക്കാനൊക്കെ ജലബീരങ്കികളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അങ്ങനെയാണ് വേണമെങ്കിൽ ജസ്റ്റ് ഓർത്തു വയ്ക്കാം. വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ് 2024 ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി മാർച്ച് 23 അല്ലെ, മാർച്ച് 22 ഇപ്പൊ നമ്മൾ ജലദിനം പറഞ്ഞത്. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. അതേപോലെ തന്നെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് അല്ലെ. അതായത് ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പോലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും മഴ പെയ്യാത്ത മാസങ്ങളാണ് ഡിസംബർ ജനുവരിയൊക്കെ. പക്ഷെ കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പോലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കൃഷിനെ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളെയും വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കാലാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കാലാവസ്ഥാ വ്യതിയാനമാണ്. ഇത് നമുക്കൊരു ഏർലി വാർണിംഗ് ആണ് അല്ലെ. ഈ കാലാവസ്ഥാ വ്യതിയാനം നമുക്കൊരു ഏർലി വാർണിംഗ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ആ തീം നമുക്ക് ഓർക്കാം. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നുള്ളതാണ്. ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. അത് നമുക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ ഒന്ന് ഡിസോർഡർ ആയി എടുക്കണ പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ. ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നുള്ളതാണ് ഇപ്രാവശ്യം 2025 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുൻകൂറായിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്ക് ഭൂമി അല്ലെ. മുൻകൂർ മുന്നറിയിപ്പ്, വിടവ്, ഒരുമിച്ച് അടയ്ക്കൽ. മുൻകൂർ മുന്നറിയിപ്പ്, വിടവ്, ഒരുമിച്ച് അടയ്ക്കൽ എന്നുള്ളതാണ് 2025 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. 2024 അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 തീം. അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ഇനി നമുക്ക് ക്ഷയരോഗ ദിനം കൂടി പറയാലോ ഒന്ന്. മാർച്ച് 24 ക്ഷയരോഗ ദിനമാണ്. 2024 പ്രമേയം എന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതായിരുന്നു. അതെ, നമുക്ക് TB നിർത്തലാക്കാൻ സാധിക്കും അല്ലെ. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതായിരുന്നു 2024 തീം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത്.
2025 വന്നപ്പോൾ അത് തന്നെ അതിന്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അവര്. യെസ് വി ക്യാൻ എൻഡ് TB എന്നതിന്റെ കൂടെ തന്നെ കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നും കൂടി ഉണ്ട്. കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നും കൂടി ഉണ്ട്. അപ്പൊ 2024 ജസ്റ്റ് വെറുതെ യെസ് വി ക്യാൻ എൻഡ് TB അത്രേ ഉള്ളൂ. 2025 വരുമ്പോൾ യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുകൂടി വരും. അപ്പൊ നമുക്ക് ഈ 4 ദിനം ഒന്നും കൂടി നോക്കാം. ഫസ്റ്റ് തൊട്ട് മാർച്ച് 21 വനദിനം അല്ലെ. വനം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വനത്തിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം വനത്തിൽ നിന്ന് ജീവികളൊക്കെ ഇങ്ങോട്ട് അല്ലെ, വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്നതാണ്. വനവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം അതല്ലേ, മൃഗങ്ങളൊക്കെ എവിടേക്ക് വരുന്നു, നാട്ടിലേക്ക് വരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ വനത്തിൽ തന്നെ അവർക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് അല്ലെ, ഫോറസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ F വെച്ച് നമുക്ക് ഓർക്കാന്ന് പറഞ്ഞു. 2025 എന്ന് പറയുമ്പോൾ 5 F വെച്ചിട്ട് ഓർക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. വനത്തിൽ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവികൾ നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ അവർക്ക് ഫുഡ് നമ്മൾ വനത്തിൽ തന്നെ വെച്ച് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് 2025 ഫോറസ്റ്റ് ഡേ അഥവാ വനദിനത്തിന്റെ പ്രമേയം. 2024 പോകുമ്പോൾ അത് ഫുഡ് ആയിരുന്നില്ല, ഇന്നോവേഷൻ ആയിരുന്നു. നമുക്ക് പിന്നെയാണ് മനസ്സിലായത് ഇവർക്ക് ഫോറസ്റ്റ് ഇന്നോവേഷൻ അല്ല വേണ്ടത്, ഫുഡാണെന്ന്. അപ്പൊ 2024 തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതായിരുന്നു. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതായിരുന്നു. 2025 വന്നപ്പോൾ അത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നായി മാറി. ഇനി മാർച്ച് 22 ജലദിനം. മാർച്ച് 22 ജലദിനം എന്ന് പറയുമ്പോൾ ജലവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്, ഹിമാനികൾ മഞ്ഞുരുകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലേഷ്യർ പ്രിസർവേഷൻ, ഹിമാനികളുടെ സംരക്ഷണം ഏതായിരുന്നു 2025 തീം എന്ന് പറയുന്നത്. അതിന് മുമ്പത്തെ പ്രാവശ്യം ജസ്റ്റ് വളരെ സിമ്പിൾ, വാട്ടർ ഫോർ പീസ് അല്ലെ. വാട്ടർ ഫോർ 2024 വാട്ടർ ഫോർ പീസ് എന്നുള്ളതായിരുന്നു. ഇനി മാർച്ച് 23 വരുമ്പോൾ കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ ദിനത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് അല്ലെ. ഇത് നമുക്ക് തരുന്ന ഒരു ഏർലി വാർണിംഗ് ആണ്, മുൻകൂർ മുന്നറിയിപ്പാണ് അല്ലെ. നമുക്ക് ഭൂമി തരുന്ന ഒരു മുൻകൂർ മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പൊ ഏർലി വാർണിംഗ്, ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ, ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് 2025 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുൻകൂർ മുന്നറിയിപ്പ്, മുൻകൂർ മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കാം എന്നുള്ളതാണ്. 2024 പ്രമേയം അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളത് ഓർത്തേക്കുക. അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം 2024. ഇനി മാർച്ച് 24 എന്താണ്, ക്ഷയരോഗ ദിനമാണ് അല്ലെ. ക്ഷയരോഗ ദിനം ജസ്റ്റ് യെസ് വി ക്യാൻ എൻഡ് TB, അതാണ് 2024. യെസ് വി ക്യാൻ എൻഡ് TB. 2025 വരുമ്പോൾ അതിന് കുറച്ചും കൂടി വാല്യൂം കൂടി വന്നിട്ടുണ്ട്. യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മാർച്ച് മാസവും കംപ്ലീറ്റ് ആയി. അതിന് മാർച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതെന്ന് പറയുന്നത് ഒന്ന് വുമൺസ് ഡേ, അതുപോലെ തന്നെ ലോക വന്യജീവി ദിനം അല്ലെ, വന്യജീവി സംരക്ഷണ ദിനം, ലോക വന്യജീവി സംരക്ഷണ ദിനം, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അതുപോലെ കൺസ്യൂമേഴ്സ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ തീം ഓർമ്മയുണ്ടോ, ഒന്നുകൂടി പറയണോ? ലോക വന്യജീവി എന്ന് പറയുമ്പോഴും ലോക വന്യജീവി സംരക്ഷണ ദിനം, വൈൽഡ് ലൈഫ് കൺസർവേഷൻ അല്ലെ. അപ്പൊ 2025 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഫിനാൻസ് വെച്ച് ഓർക്കാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാല് 2025 നമ്മൾ ഫിനാൻസ് ആണ്, പ്ലാനറ്റിലും പീപ്പിളിലും ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. 2024 അത് ഫിനാൻസ് അല്ലായിരുന്നു, ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി, കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. മനസ്സിലായോ? 2025 ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ആയിരുന്നു. 2024 ഇൻവെസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നായിരുന്നു. ഇന്റർനാഷണൽ വുമൺസ് ഡേയുടെ വരുമ്പോഴോ 2025 വരുമ്പോഴും നമ്മൾ ഗേൾസിനെയും കൂടിയും കൂടെ കൂട്ടുന്നുണ്ട് അല്ലെ. ഫോർ ഓൾ വുമൺസ് ആൻഡ് ഗേൾസ് എന്നുള്ളതാണ്. 2025 എത്തിയപ്പോൾ നമ്മൾ വുമൺസിനെ മാത്രമല്ല ഗേൾസിനെയും കൂടെ കൂട്ടി. ഫോർ ഓൾ വുമൺസ് ആൻഡ് ഗേൾസ് എന്നാണ് വരുന്നത്. റൈറ്റ്സ്, ഇക്വാലിറ്റി, എംപവർമെന്റ്. 2024 അത് വുമൺസിന് മാത്രമാണ്. അപ്പൊ ഇൻവെസ്റ്റ് ഇൻ വുമൺസ്, ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. ഇനി നമ്മൾ മാർച്ച് 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ, ഉപഭോക്തൃ സംരക്ഷണ ദിനമുണ്ട് അല്ലെ. മാർച്ച് 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ ആണ്. അപ്പൊ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലാണ്, അങ്ങനെ ഓർക്കാനല്ലേ പറഞ്ഞത്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ശരിക്കും അയാളുടെ ലൈഫ് സ്റ്റൈലാണ്, അയാൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ടുവരാ എന്നുള്ളതാണ് 2025 കൺസ്യൂമേഴ്സ് ഡേയുടെ പ്രമേയം. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ, എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതായിരുന്നു മാർച്ച് 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. നമുക്ക് ഏപ്രിൽ മാസത്തിലേക്ക് കിടക്കാം.
ഏപ്രിൽ ഫസ്റ്റ് തന്നെ ഏപ്രിൽ 7 എന്താണ് പ്രത്യേകത? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. അപ്പൊ ലോകാരോഗ്യ ദിനത്തിന്റെ 2025 പ്രമേയം, നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ചു നേരം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ നമ്മുടെ ബിഗിനിങ് തന്നെ ഒരു ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പറയൂലേ, അതിപ്പോ എക്സസൈസ് മാത്രമല്ല, ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മധുരമുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത്. കാരണം കുറെ സമയത്ത് ഫാസ്റ്റിങ്ങിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ പറയാറില്ലേ, സാധാരണ നമ്മുടെ ബ്ലഡിൽ പെട്ടെന്നുള്ളൊരു ഗ്ലൂക്കോസിന്റെ സ്ട്രൈക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര മധുരമുള്ളതൊന്നും രാവിലെ തന്നെ കഴിക്കരുതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പൊ നമ്മുടെ ബിഗിനിങ് ഹെൽത്തി ബിഗിനിങ് ആയിരിക്കണം എപ്പോഴും. ഇപ്പൊ നമ്മൾ റീസെന്റ് ആണ്, ഇപ്പൊ 2025 നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഈ ഗ്ലൂക്കോസ് സ്ട്രൈക്കും സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണല്ലേ, രക്തത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ നല്ല മധുരമുള്ളതൊന്നും കഴിക്കരുത്. ഭക്ഷണത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീമോ ചോക്ലേറ്റോ കഴിക്കാം, പക്ഷെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കരുതെന്നൊക്കെ നമ്മൾ ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. അപ്പൊ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ബിഗിനിങ് ആയിരിക്കണം. അതാണ് പറയുന്നത്, ഹെൽത്തി ബിഗിനിങ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, നല്ല ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യണം അല്ലെ. അപ്പൊ ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ് ഉണ്ടെങ്കിൽ ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. കണ്ടോ, അവിടെയും എഫ് വന്നിട്ടുണ്ട്, ഫ്യൂച്ചർ. നമ്മൾ ഇതേപോലെ തന്നെ ഫ്യൂച്ചർ വന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2025 ഫ്യൂച്ചർ വന്നത് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് വെറ്റ്ലാൻഡിന്റെ കേസിൽ ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ, തണ്ണീർത്തട ദിനത്തിന്റെ കേസിൽ നമ്മൾ F4 2025 തീം ഫ്യൂച്ചർ വെച്ച് ഓർക്കാൻ പറഞ്ഞു അല്ലെ. അതായത് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, അങ്ങനെയല്ലേ പറഞ്ഞത്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞത്. 2024 പ്രമേയാണെങ്കിൽ പ്രാസം വെച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീയിങ്, വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും എഫ് വരുന്നുണ്ട്, ഫ്യൂച്ചർ വരുന്നുണ്ട്. അപ്പൊ ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ, ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താണ് ചിന്തിച്ചത്, ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് എൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തത്, ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ, നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. അപ്പൊ 2025 നമ്മളുടെ ലോകാരോഗ്യ ദിനം. ആരോഗ്യത്തിന് എന്താണ് വേണ്ടത്? നല്ലൊരു ബിഗിനിങ് ഉണ്ടായിരിക്കണം, ഹെൽത്തി ബിഗിനിങ് ഉണ്ടായിരിക്കണം അല്ലെ. ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. 2024 ആണെങ്കിൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണെന്നല്ലേ. മൈ ഹെൽത്ത് മൈ റൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കുണ്ടാവും. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു 2024 തീം. 2024 തീം എന്തായിരുന്നു? മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു. ഇനി ഏപ്രിൽ 22, ഇപ്പൊ നമ്മൾ ഏപ്രിൽ 7 പറഞ്ഞത്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം പറഞ്ഞത്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ലോക ഭൗമദിനം, ഭൂമി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒന്ന് ഉരുണ്ടിട്ടാണ് അല്ലെ, ഒരു വട്ടത്തിലാണ്. അങ്ങനെ വട്ടത്തിലിരിക്കുന്ന ഒരു ആൽഫബറ്റ് ഉണ്ടല്ലോ, ഒരു ഏതാണ് ലെറ്റർ നമുക്കുള്ളത്? ഇംഗ്ലീഷ് O ആണ് അല്ലെ. അപ്പൊ O വെച്ചിട്ടാണ് ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. അവർ പവർ അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ്. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഓർത്തേക്കുക. ഭൗമദിനം എന്ന് പറയുമ്പോൾ ഭൂമി ഉരുണ്ടിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഉരുണ്ടിരിക്കുന്ന ഒരു അക്ഷരം O അല്ലേ വരുന്നത്. അപ്പൊ O വെച്ചിട്ട് അവർ പവർ അവർ പ്ലാനറ്റ്. ഇതിനേക്കാളും നല്ല എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ 2025 പ്രമേയം എന്തായിരുന്നു? ഭൗമദിനത്തിന്റെ ഏപ്രിൽ 22 ഭൗമദിനത്തിന്റെ 2025 പ്രമേയം എന്ന് പറയുന്നത് അവർ പവർ അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ് എന്നായിരുന്നു. 2024 തീമാണെങ്കിൽ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതായിരുന്നു 2024 തീം എന്ന് പറയുന്നത്. 2024 പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കുറെ ഇതൊക്കെ ഉണ്ടായതല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. പ്ലാസ്റ്റിക് ആയിരുന്നു 2024 വില്ലൻ. ഇപ്പൊ നമുക്ക് അത്രയും ഇപ്പോഴും പ്ലാസ്റ്റിക് വില്ലൻ തന്നെ, എങ്കിലും 2024 പ്ലാസ്റ്റിക് ഭയങ്കര വില്ലനായിരുന്നു അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പൊ 2024 തീമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2025 അവർ പവർ അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു. ഇനി ഏപ്രിൽ, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ കുറെ ഡേറ്റ് പഠിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി ഏപ്രിൽ കഴിഞ്ഞ് നമ്മൾ മെയ്യിലേക്ക് വരുമ്പോൾ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം ഇമ്പോർട്ടന്റ് ആണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. അതിന്റെ തീം എന്ന് പറയുന്നത് 2025 തീം എന്ന് പറയുന്നത് ബ്രൈറ്റ് പ്രൊഡക്റ്റ് ഡാർക്ക് ഇന്റൻഷൻ. നല്ല തീമാണ് അല്ലെ. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ
ആന്റി ടുബാക്കോ ഡേയുടെ പ്രമേയമാണ് മെയ് 31 സ്കൂൾ തുറക്കുന്നതിന്റെ തലേദിവസം നമ്മൾ എല്ലാ പുകയിലെയും നിരോധിച്ചു എന്നൊക്കെ ഓർത്ത് വെക്കുക. സ്കൂൾ തുറക്കുന്ന കുട്ടികളൊന്നും നമ്മ സാധാരണ സ്കൂൾ കോമ്പൗണ്ടിന്റെ ആ പരിസരത്തുള്ള കടകളിലൊന്നും തന്നെ എന്ത് വിൽക്കാൻ പാടില്ല, യാതൊരു അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, പാൻ മസാലയുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ അങ്ങനത്തെ ഒന്നും തന്നെ വിൽക്കാൻ പാടില്ല അല്ലെ. അത് നമ്മളിപ്പോ മുറുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പുകയില, വെറ്റില അങ്ങനത്തെ സാധനങ്ങൾ പോലും സ്കൂളിന്റെ പരിസരങ്ങളിൽ വിൽക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പുകയിലൊക്കെ നിരോധിച്ചു എന്ന് ഓർക്കാം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇപ്രാവശ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് 2025 പ്രമേയം ബ്രൈറ്റ് പ്രൊഡക്റ്റ് ഡാർക്ക് ഇന്റൻഷൻ എന്നുള്ളതാണ്. ബ്രൈറ്റ് പ്രൊഡക്റ്റ് ശരിയല്ലേ? ഈ പ്രൊഡക്റ്റുകളൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും അല്ലെ, ഭയങ്കര കുട്ടികളൊക്കെ ആകർഷിക്കാൻ അല്ലെ, വുമൻസിനെ, സ്ത്രീകളെയും വനിതകളെയും ഇപ്പൊ എല്ലാവർക്കും ആകർഷിക്കാൻ വേണ്ടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു, ഉദ്ദേശം എന്താണ്, ഡാർക്കാണ് അല്ലേ, നല്ല കാര്യമില്ലല്ലോ. അപ്പൊ ഡാർക്ക് ഇന്റൻഷൻ ആണ്. അതാണ് 2025 പ്രമേയം. എന്തിന്റെയാണ് പ്രമേയം? ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ 2025 പ്രമേയം ബ്രൈറ്റ് പ്രൊഡക്റ്റ്, നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് ബ്രൈറ്റ് പ്രൊഡക്റ്റ്. പക്ഷെ ഉദ്ദേശം എന്താണ്, ഡാർക്കാണ്, ഡാർക്ക് ഇന്റൻഷൻ. ബ്രൈറ്റ് പ്രൊഡക്റ്റ് ഡാർക്ക് ഇന്റൻഷൻ എന്നുള്ളതാണ് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി 2024 പ്രമേയമാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇത് കുട്ടികളെ സംരക്ഷിച്ച് നിർത്താന്നുള്ളത്, ഈ പുകയിലെ ഉപവസ്തുക്കളിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് 2024 പ്രമേയമായിരുന്നത്. അതായത് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ്. അതായത് ടുബാക്കോ ഇൻഡസ്ട്രിയുടെ ഇതിൽ നിന്നും അല്ലെ, അവരുടെ ഇതിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം. അതാണ് 2024 പ്രമേയം എന്ന് പറയുന്നത്. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനുശേഷം പറഞ്ഞ ഈ 3 കൂടി ഒന്ന് നോക്കാം. ഏപ്രിൽ നമ്മൾ ആകെ 2 പറഞ്ഞുള്ളൂ. ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനമാണ്. അപ്പൊ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു ഹെൽത്തി ബിഗിനിങ് ഉണ്ടായിരിക്കണം അല്ലെ. 2025 പ്രമേയം ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. 2024 ആണെങ്കിൽ അതൊക്കെ നമ്മളെ റൈറ്റ് ആണെന്നും പറഞ്ഞാണ് നമ്മൾ ഇരുന്നിരുന്നത് അല്ലെ. അപ്പൊ മൈ ഹെൽത്ത് മൈ റൈറ്റ് നമ്മൾ 2024 അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ 2025 വന്നപ്പോൾ അങ്ങനെയല്ല, നല്ലൊരു ബിഗിനിങ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 2024 എന്താണ് പറഞ്ഞത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇനി ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ ഉരുണ്ടിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ O എന്നുള്ള ലെറ്ററിന് ഓർക്കാം. അവർ പവർ അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു 2025 തീം. 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ്. ഇനി മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. 2025 പ്രമേയം ബ്രൈറ്റ് പ്രൊഡക്റ്റ് ഡാർക്ക് ഇന്റൻഷൻ എന്നുള്ളതാണ്. ഇനി 2024 തീമാണെങ്കിൽ നമ്മൾ കുട്ടികളെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഉണ്ട് പറയാൻ, പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. കാരണം ഇതെല്ലാം കൂടി ഇനിയും കുറെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡേയും കൂടി ആകെ കൂടി പുകമയാവും അല്ലെ. അപ്പൊ ഇത് നമ്മൾ മെയ് 31 വരെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അത് നന്നായി പഠിക്കാം. ജൂൺ തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജൂൺ കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജൂലൈ തൊട്ട് നമുക്ക് അധികം പഠിക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ ജൂലൈ തൊട്ടുള്ള ദിനങ്ങളുടെ ഒന്നും 2025 തീമുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ ജൂണിൽ തന്നെ മിക്ക ഡേകളുടെയും തീമുകൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ മിക്ക 2025 നമുക്ക് പഠിക്കാനുണ്ടാവില്ല. കാരണം അതൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല എക്സാമിന് ചോദിക്കുകയില്ല. ഇപ്പൊ നമ്മളുടെ എക്സാം ഇപ്പൊ വരുന്നത് ഇപ്പൊ ജൂൺ 21 വരുന്നത്. അപ്പൊ അതുകൊണ്ട് ജൂലൈയിൽ ചോദിക്കാൻ ചാൻസും ഇല്ല നമുക്ക്, ജൂലൈ തൊട്ട് അങ്ങോട്ട്. അപ്പൊ പഠിക്കാൻ വളരെ കുറവാണ്. 2024 പ്രമേയം മാത്രം പഠിച്ചിരുന്നാൽ മതി. അതും നമുക്കൊരു അത്ര അധികം ബാക്കിലോട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യവും വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എടുത്ത ക്ലാസ് ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയും നന്നായി പഠിക്കുക. ഇതിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്ത ദിവസം നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടി ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.